2016 ബോട്ട് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി പേഴ്സണൽ ഓഡിയോ സെഗ്മെന്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന പലരും പ്രവചിച്ചത് ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ചൈനീസ് ബ്രാൻഡുകളുമായി കോമ്പീറ്റ് ചെയ്ത് ബോട്ട് ഉടൻ തന്നെ പൂട്ടിപ്പോകുമെന്നാണ്. അന്ന് കാർബൺ, മൈക്രോമാക്സ് തുടങ്ങിയ ഇന്ത്യൻ ബ്രാൻഡുകൾ ചൈനീസ് ബ്രാൻഡുകളോട് കോമ്പീറ്റ് ചെയ്ത് പരാജയപ്പെട്ടതും അവരുടെ ഈ നിരീക്ഷണത്തിന് ശക്തി പകർന്നു. എന്നാൽ അന്ന് ഓഡിയോ എക്യുപ്മെന്റിലുള്ള ചൈനയുടെ മാനുഫാക്ചറിംഗ് എക്സ്പെർട്ടൈസ് ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ അവിടെ മാനുഫാക്ചർ ചെയ്ത് ആ പ്രൊഡക്റ്റുകൾ ഇങ്ങ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റ് അന്നുണ്ടായിരുന്ന എല്ലാ ചൈനീസ് കമ്പനികളെയും പിന്തള്ളിക്കൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ വെയറബിൾ ബ്രാൻഡുകളിൽ 5ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ബോട്ട് ലൈഫ് സ്റ്റൈൽ എന്ന ഇന്ത്യൻ കമ്പനി. 2016 സമീർ മേത്തയും അമൻ ഗുപ്തയും ബോട്ട് ലൈഫ് സ്റ്റൈൽ എന്ന ബ്രാൻഡ് ഇന്ത്യൻ ഓഡിയോ സെഗ്മെന്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ അന്ന് ആ സെഗ്മെന്റ് ഭരിച്ചുകൊണ്ടിരുന്നത് ലോകത്തെ തന്നെ ഓഡിയോ സെഗ്മെന്റിലെ ടോപ്പ് ബ്രാൻഡ്സ് ആയിരുന്ന ബോസ്, ആപ്പിൾ, JBL, സെനൈസർ തുടങ്ങിയ ബ്രാൻഡുകളായിരുന്നു. അന്ന് ഈ ബ്രാൻഡുകളുടെ വയർലെസ് ഹെഡ്സെറ്റുകൾക്കാകട്ടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 5000 രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് അഫോർഡബിൾ പ്രൈസിലുള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ചൈനീസ് ബ്രാൻഡുകളെ ആശ്രയിക്കേണ്ടതായി വന്നു. എന്നാൽ ഈ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും ആ സമയത്ത് വളരെ കുറവായിരുന്നു. അങ്ങനെ സാധാരണക്കാർക്ക് കൊടുക്കുന്ന വിലയ്ക്കുള്ള ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും കൊടുത്തുകൊണ്ട് ആ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടാണ് ബോട്ട്സ് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ആ സമയത്തുണ്ടായിരുന്ന ബ്രാൻഡുകളുടെ ഒട്ടുമിക്ക പ്രൊഡക്റ്റിനും ഇല്ലാത്ത പല പ്രത്യേകതകളും ബോട്ട് ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്ട്സിനുണ്ടായിരുന്നു. അന്നത്തെ ബോട്ടിന്റെ ഹെഡ്ഫോൺ ഇയർബഡ് പീസുകൾക്ക് പ്ലാസ്റ്റിക്കിന് പകരം അവർ മെറ്റൽ ഉപയോഗിച്ചു. ഇത് ഒരു പ്രീമിയം ഫീൽ കസ്റ്റമറിന് കൊടുക്കാൻ സഹായിച്ചു. കൂടാതെ ഈ പ്രൊഡക്റ്റുകൾ വാട്ടർ റെസിസ്റ്റന്റുമായിരുന്നു. മറ്റൊരു കാര്യം, ബോട്ടിന്റെ പ്രൊഡക്റ്റുകൾക്ക് നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് 2 years വാറണ്ടി റീപ്ലേസ്മെന്റുകളും അവർ ഓഫർ ചെയ്തു. അതായത് പുതിയൊരു ബ്രാൻഡ് ആണെന്നതിൻ്റെ പേരിൽ ബോട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ മടിച്ചു നിൽക്കുന്നവരെ ഈ വാറണ്ടി പോളിസി വഴി അവരുടെ പ്രൊഡക്റ്റുകൾ മേടിച്ച് ട്രൈ ചെയ്യിക്കാൻ അവർക്ക് സാധിച്ചു. 2020 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഇയർവെയർ ഓഡിയോ കാറ്റഗറിയിൽ 32.4% മാർക്കറ്റ് ഷെയർ ആണ് ബോട്ടിനുള്ളത്. കൂടാതെ ട്രൂലി വയർലെസ് സ്റ്റീരിയോ അഥവാ TWS സെഗ്മെന്റിൽ 26.1% ഷെയറും ബോട്ടിനുണ്ട്. സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് എന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഏറ്റവും നന്നായി ഉപയോഗിച്ച ഒരു കമ്പനിയാണ് ബോട്ട് ലൈഫ് സ്റ്റൈൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് 3 മേഖലകൾക്കാണ്. 1 ക്രിക്കറ്റ്, 2 ബോളിവുഡ്, 3 മ്യൂസിക്. ഈ 3 മേഖലകളിൽ നിന്ന് സെലിബ്രിറ്റികൾ ബോട്ടിന്റെ പ്രൊഡക്റ്റുകൾ എൻഡോഴ്സ് ചെയ്തു. ഓർക്കുക, ഈ 3 മേഖലകളിൽ നിന്ന് ഓരോ ആളുകളെ ചൂസ് ചെയ്ത് അവർ കാലാകാലങ്ങളായി ബോട്ടിന്റെ പ്രൊഡക്റ്റുകൾ എൻഡോഴ്സ് ചെയ്യുക അല്ല ചെയ്തത്. ഈ 3 മേഖലകളിൽ നിന്നും അപ്കമിംഗ് ആയിട്ടുള്ള സ്റ്റാർസിനെ വെച്ച് അവർ അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തു. നിശ്ചിത കാലയളവിൽ ഓരോ സെലിബ്രിറ്റികളെ റീപ്ലേസ് ചെയ്ത് പുതിയ സെലിബ്രിറ്റികളെ വയ്ക്കാനും അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഈ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് വഴി ബോട്ടിന്റെ പ്രൊഡക്റ്റുകൾക്ക് ഒരു ആസ്പിറേഷണൽ വാല്യൂ കൊടുക്കാൻ അവർക്ക് സാധിച്ചു. ഇതിലൂടെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് താൻ ഉപയോഗിക്കുന്നതെന്ന ധാരണ കസ്റ്റമേഴ്സിനെ മൈൻഡിൽ എത്തിക്കാൻ ബോട്ടിന് കഴിഞ്ഞു. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം യുവാക്കളിലും കുട്ടികളിലും ഇടയിൽ സ്വാധീനം ചെലുത്തിയ BGMI പോലുള്ള മൊബൈൽ ഗെയിമുകളും ബോട്ടിന്റെ പ്രൊഡക്റ്റുകളുടെ സെയിൽസിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് 349 രൂപയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസിന് ബോട്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുകയും പിന്നീട് അവന് ജോലി കിട്ടി അവന്റെ പർച്ചേസ് പവർ കൂടുമ്പോൾ ബോട്ടിന് തന്നെ കുറച്ചുകൂടി പ്രീമിയം പ്രൊഡക്റ്റ് മേടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ന് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായി മാറിയിരിക്കുന്ന ബോട്ട് മെല്ലെ മെല്ലെ അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് ഒരു പ്രീമിയം റേഞ്ചിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഓഡിയോ സെഗ്മെന്റിൽ കൂടാതെ ഇന്ന് വെയറബിൾ സെഗ്മെന്റ്സ് ആയ സ്മാർട്ട് വാച്ച്, സ്മാർട്ട് റിംഗ് എന്ന സെഗ്മെന്റുകളിലേക്കും ബോട്ട് അവരുടെ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാവുന്ന സ്റ്റൈലിഷും ക്വാളിറ്റിയുമുള്ള പ്രൊഡക്റ്റുകൾ നൽകിക്കൊണ്ട് ബോട്ട് ലൈഫ് സ്റ്റൈൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.